ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യം 1ഉം 2ഉം കണ്ട ഞാൻ. ദൃശ്യം 3 എൻ്റെ ഭാവനയിൽ. കാലം കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇടക്കാടിൻ്റെ വഴികളിലൂടെ ഒരിക്കൽ മരവിപ്പുണ്ടാക്കിയ ആ നിശബ്ദത പോലെ തന്നെ ജോർജ് കുട്ടിയുടെ ജീവിതവും നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കേബിൾ TV ഇല്ല, സിനിമാ തിയേറ്റർ ഇല്ല. ജോർജ് കുട്ടി ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ എഡിറ്റിംഗ് നടത്തുകയാണ്. സിനിമകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ജോർജ് കുട്ടി. പക്ഷേ ജോർജ് കുട്ടിയുടെ കണ്ണുകളിൽ പഴയ തിളക്കമില്ലായിരുന്നു. ജോർജ് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ പഴയതുപോലെയല്ല. റാണി മിണ്ടാതെയായി. അനു വിദേശത്താണ്. അച്ഛനോട് സംസാരിക്കുന്നത് പോലും വിരളമായി. അവൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു രാത്രി അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ഒരു ദിവസം കേരള പോലീസിൽ പുതിയ ഓഫീസർ കേസ് കൈകാര്യം ചെയ്തു തുടങ്ങി. അയാൾക്ക് ജോർജ് കുട്ടിയുടെ കഥ ഒരു കേസായിരുന്നില്ല, ഒരു പസിലായിരുന്നു. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം അയാൾ വീണ്ടും വീണ്ടും പഠിച്ചു. ഇത്ര പൂർണ്ണമായൊരു കുറ്റം, ഇത്ര പൂർണ്ണമായൊരു രക്ഷപ്പെടൽ അസാധ്യം. അവൻ തേടി തുടങ്ങി. പഴയ സ്റ്റേഷനിലെ പൊടി പിടിച്ച ഫയലുകളിൽ ഒരു ചെറിയ കുറിപ്പ്. അനു ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ വന്നതായി രേഖപ്പെടുത്തിയിരുന്നു. ദൃശ്യം 2വിൽ കാണിക്കാത്ത ഒരു വിവരം. അനു ഒരിക്കൽ നാട്ടിലേക്ക് മടങ്ങി. അവളുടെ മുഖത്ത് ഭയം. അച്ഛൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവൾ ആദ്യമായി കരഞ്ഞു. അച്ഛാ, നീ എല്ലാം ഒളിപ്പിച്ചു എന്ന് കരുതിയല്ലേ? പക്ഷേ അവസാനത്തെ തെളിവ് അത് നീയല്ല. ഒരു രാത്രി ജോർജ് കുട്ടി ഉറങ്ങുമ്പോൾ അനു ഒറ്റയ്ക്കായി പോയിരുന്നു. അവൾ മണ്ണ് കുഴിച്ചു, ശേഷിപ്പുകൾ മാറ്റി, എല്ലാം അവസാനിപ്പിക്കാൻ. പക്ഷേ അവൾ അറിയാതെ അവളുടെ ഫോൺ ആ സ്ഥലം രേഖപ്പെടുത്തി. ഒരു ഡിജിറ്റൽ ഓർമ്മ. പുതിയ ഓഫീസർ ആ ഡാറ്റ കണ്ടെത്തി. ഇനി ജോർജ് കുട്ടിയെ പിടിക്കേണ്ട ആവശ്യമില്ല, അവനെ തകർക്കുക മതി. അവൻ അനുവിനെ വിളിപ്പിച്ചു. ജോർജ് കുട്ടിക്ക് എല്ലാം മനസ്സിലായി. ഇനി രക്ഷിക്കേണ്ടത് സ്വയമല്ല, മകളെയാണ്. കോടതിയിൽ ജോർജ് കുട്ടി എഴുന്നേറ്റ് നിന്നു. ആ കുറ്റം ഞാൻ ചെയ്തതാണ്. കോടതി നിശബ്ദമായി. റാണിയുടെ കരച്ചിൽ മാത്രം. പക്ഷേ വർഷങ്ങൾ പഴകിയ കേസ്, തെളിവുകൾ അപൂർണം, സാങ്കേതികമായി അസാധുവായ ഡാറ്റ. വിധി വന്നു. കുറ്റവിമുക്തൻ. കോടതിക്ക് പുറത്തേക്ക് വന്ന ജോർജ് കുട്ടി മകളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ സ്നേഹമോ സമാധാനമോ കാണുന്നില്ല. അവൾ പറഞ്ഞു, അച്ഛാ, ഇനി നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇനി നമ്മൾ ജീവിക്കുന്നു. ജോർജ് കുട്ടി ഒന്നും പറഞ്ഞില്ല. ആ രാത്രി അവൻ ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി. സ്ക്രീനിൽ അവസാന വരി തെളിഞ്ഞു. ചില കുറ്റങ്ങൾ മണ്ണിലടക്കാം, ചിലത് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഹാളിലെ വെളിച്ചം തെളിഞ്ഞപ്പോൾ ജോർജ് കുട്ടി തല താഴ്ത്തിയിരിക്കുന്നു. അങ്ങനെ ദൃശ്യം 3 അവസാനിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.